വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ വിഷ്ണു ആണെങ്കിൽ കളക്ട്രേറ്റിൽ ശാലിനിയെ കൊണ്ടാക്കിയിട്ട് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം ഏട്ടത്തി അമ്മയായിട്ട് ഉടക്കാണോ എന്ന് പറഞ്ഞ് കമലിനാണെങ്കിൽ അവിടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഉടക്കാനാണെങ്കിലും അല്പം ഒന്ന് സംസാരിക്കണ്ടേ, നേർക്ക് നേർ സംസാരിക്കണ്ടേ, എപ്പോഴും ജോലിയാണ്, ജീവിതം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ വിഷമിക്കുകയാണ്. അന്നേരം കമലിനൊരു ഐഡിയ എന്ന പോലെ പറയുന്നുണ്ട്, ആശാൻ ഇതിലേക്കൊരു നല്ലൊരു ഉഗ്രം പ്രണയലേഖനം എഴുതിയെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ആശാൻ ഇത് എഴുതിക്കേ, ഇത് ഏൽക്കും, കുറുപ്പിൻ്റെ ഉറപ്പാണെന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കിയാണ്. അല്ല കമലിൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അതിലൊരു പിന്നെ പ്രേമലേഖനം എഴുതുന്നുണ്ട്. എന്നിട്ട് ശാലിനിയുടെ കയ്യിൽ എത്തുന്നുണ്ട്. ആ ഫയലിൽ വെച്ച് ശാലിനിക്ക് കിട്ടുന്നുണ്ട്. അന്നേരം ശാലിനി ഇതിങ്ങനെ വായിച്ചിട്ട് ശാലിനി ഇങ്ങനെ നോക്കിയ പഴയ ഒരു പാട്ടൊക്കെ വെച്ചുള്ളൊരു പ്രേമലേഖനം വിഷ്ണു ഇങ്ങനെ എഴുതിയത് ശാലിനി ഇങ്ങനെ വായിച്ച് രസിച്ചിരിക്കുന്നുണ്ട്. നാണത്തോടെ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആ ഒരു സീന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഭാമയുടെ വീടാണ്, സത്യഭാമയുടെ വീടാണ്. അവിടെയാണെങ്കിൽ ഭാമ ആ ഒരു പഴയ സത്യഭാമയിലേക്കുള്ള ആ ഒരു തിരിച്ചു വരവ് തന്നെയാണ് ഭാമയുടെ ആ ഭാവമൊക്കെ കാണിക്കുന്നത്. പിന്നീട് റൂമിലാണെങ്കിൽ ശ്യാമയുടെ റൂമിലാണെങ്കിൽ തറയിലിരുന്ന് പപ്പിയും സത്യയും കൂടി ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അതൊരു പ്ലെയിൻ ഉണ്ടാക്കി ഇവരിങ്ങനെ കളിക്കുകയാണ്. അന്നേരം ഇതൊന്ന് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് സത്യമാണെങ്കിൽ ശ്യാമേൻ്റെ ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞ് കൊണ്ട് ചെല്ലുമ്പോൾ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് ശ്യാമയുടെ. ശാലിനിയോടുള്ള ആ സ്നേഹമൊക്കെ സത്യഭാമ കാണിക്കുന്നതും ഒക്കെ ഓർത്തിരിക്കുമ്പോൾ പപ്പി ഇങ്ങനെ ചെല്ലുമ്പോൾ ശ്യാമ ദേഷ്യം വന്നാൽ അത് കളിപ്പാട്ടം അങ്ങ് വാങ്ങിച്ച് ദൂരെ അങ്ങ് എറിയുകയാണ് ചെയ്യുന്നത്. അന്നേരം സത്യം ഇങ്ങനെ മേടിച്ച് നിൽക്കുന്നുണ്ട്, പപ്പി നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ശ്യാമയുടെ ആ മനസ്സിലെ സങ്കടം കൊണ്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു വേർതിരിവ് കാണിക്കുന്നതിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിൽ ഇങ്ങനെ വെളിയിലിരിക്കുന്ന രോഹിത്തിനടുത്തേക്ക് ചെന്ന് ശ്യാമ സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെയാണ്. അന്നേരം രോഹിത്തിന് ആശ്വസിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല, രോഹിത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം കാണിക്കുന്നത് ഭാമയാണെങ്കിൽ രാഘവൻ നായരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പണം ഒന്നിന് 10 ഇരട്ടിപ്പിക്കുന്ന ആ ഒരു പഴയ ലോകത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്, സത്യഭാമയുടെ 2ാം വരവ് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ അത് രാഘവൻ നായർക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതായത് സത്യഭാമ വീണ്ടും ആ ഒരു പഴയ പലിശ ഇത് ചെയ്യാനുള്ള ഇത് തന്നെയാണ് വിഷ്ണുവിൻ്റെ കൊടുത്ത് പൈസ പല പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഈ പലിശ വാങ്ങിക്കുന്ന ഒരേർപ്പാട് പിന്നെ വിഷ്ണുവിനെ അതിനായിട്ട് പറഞ്ഞു വിടുന്നതും ഒക്കെ തന്നെയാണ് ഭാമയുടെ മനസ്സിൽ. പക്ഷെ അത് ശാലിനി എങ്ങനെ കാണുമെന്നുള്ളതൊന്നും സത്യഭാമ ആലോചിക്കുന്നില്ല. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ പുറത്ത് പോയിട്ട് ഇങ്ങനെ തിരികെ ബൈക്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്താണെങ്കിൽ തൻ്റെ ആ പഴയ ജീപ്പ് അവിടെ കിടക്കുന്നത് വിഷ്ണു ഇങ്ങനെ കാണുകയാണ്. അന്നാണെങ്കിൽ വിഷ്ണു ആ ജീപ്പ് ആ ലോറി ഡ്രൈവറായിട്ട് കയറിയപ്പോൾ ഡെപ്പോസിറ്റ് എന്ന പോലെ ഒരു സുബൈർക്കൊക്കെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചതല്ലേ, പിന്നീട് ആ ജീപ്പ് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഉമ്മർത്ത് ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ കിടക്കുന്നത്, മുറ്റത്ത് കിടക്കുന്നത് കാണുമ്പോൾ വിഷ്ണു ഇങ്ങനെ കയറി വന്നിട്ട് ആ ജീപ്പിൽ മൊത്തം ഇങ്ങനെ തലോടുകയും നോക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം അകത്തു നിന്ന് ഇറങ്ങി വരുന്ന സത്യഭാമയാണെങ്കിൽ ഈ ഒരു താക്കോല് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട്. അതായത് ആർക്കോ കൊടുക്കാനാണ് ഇത് കൊടുക്കുന്നത്. പഴയ ആ ഒരു പലിശ ഏർപ്പാട് തന്നെയാണ് സത്യഭാമയോട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, കറക്റ്റ് സമയത്ത് പലിശയും മുതലും കിട്ടിയില്ലെങ്കിൽ നീ അവിടെ ചെല്ലുമെന്ന് പറയണം, പഴയ സത്യഭാമയുടെ മകൻ വിഷ്ണു ആയിട്ട് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ വിഷ്ണു അന്നേരം അമ്മ ഇതെന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ള രീതിക്ക് വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഭാമ ആകെ സന്തോഷത്തിലും ഇതിൽ അങ്ങ് ത്രില്ലൊക്കെയാണ്, പഴയ ഒരു പ്രതാപത്തിലൊക്കെ തിരിച്ചു വന്നതിൻ്റെ. അപ്പോൾ ഇനി ഇതിവിടെ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷ്ണുവിൻ്റെ ആ ഒരു ജോലിയോട് എന്തായാലും ശാലിനിക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല, ശാലിനിക്ക് എതിർപ്പുണ്ടാവുകയും ചെയ്യും. പഴയ ഒരു ഗുണ്ടായിട്ട് നടക്കുന്നതിനൊക്കെ ജോലി ചെയ്ത് എന്ത് ജോലിയും ചെയ്ത് ജീവിക്കുന്നതാണല്ലോ ശാലിനിക്കും താല്പര്യം. അപ്പോൾ അതിന് സത്യഭാമയും ശാലിനിയും തമ്മിലുള്ള തർക്കത്തിനെതിരാകുമോ, അവിടെ ഇനി വീണ്ടും പൊട്ടലും ചീറ്റലും ഒക്കെ സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.